നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ വാതുരുത്തി കോളനിയിലാണ്. കൊച്ചിയിലെ മിനി തമിഴ്നാട് എന്നാണ് വാതുരുത്തി കോളനി അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് പേര് ഇവിടെ തിങ്ങിപ്പാർക്കുന്നുണ്ട്. നമ്മളിവിടെ തേവര നേവൽ ബേസ് ഭാഗത്തു കൂടി രാവിലെയും വൈകിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഓൾഡ് റെയിൽവേ പാലത്തിൻ്റെ അവിടെ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വാതുരുത്തി കോളനിയിൽ എന്തൊക്കെ കാഴ്ചകളാണുള്ളതെന്ന് നമുക്ക് നോക്കാം. വാതുരുത്തി കോളനിയുടെ എൻട്രൻസിൽ തന്നെയുള്ള ഒരു പാർക്കിലാണ് ഞാനിപ്പോഴുള്ളത്. കൊച്ചി സിറ്റിയിൽ വലിയ വലിയ റെസിഡൻസ് അസോസിയേഷനുകളിൽ പോലും കാണാത്തൊരു കാഴ്ചയാണിത്. ഇവിടെയുള്ള കോളനിക്കാരാണ്, സാധാരണ ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി ഇവിടെ വലിയൊരു പാർക്ക് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. കോളനിയുടെ അകത്ത് ഒരു എടറോഡാണ് ഈ കാണുന്നത്. ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം 1, 2, 3 സ്റ്റേഷനറി ഷോപ്സ് ഉണ്ട്. കൂടാതെ മറ്റ് കടകളൊക്കെ ഉണ്ട്, പക്ഷെ ഷട്ടർ ഇട്ട് വെച്ചേക്കാണ്. അപ്പം നമുക്കറിയാം ഇത്രയും ആളുകൾ, കുറച്ച് ആളുകളുള്ളെങ്കിൽ പോലും അവർക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കടകളും പച്ചക്കറികളും സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് വാതുരുത്തി കോളനിയിലെ പ്രധാനപ്പെട്ട ഒരു തയ്യൽക്കട പ്ലസ് ഒരു തുണിക്കടയിലാണ്. ഇത് നടത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ചേട്ടനും ചേച്ചിയാണ്. ചേച്ചി പേരെന്താണ്? സെൽവി. ചേട്ടന്റെ പേരെന്താണ്? ഇവിടെ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? ഇവിടെ തന്നെയാണ് ആളുകൾ തയ്ക്കലും വാങ്ങലും ഒക്കെ? അതെ. അപ്പൊ എത്ര നാളായി നിങ്ങൾ ഇവിടെ വന്നിട്ട്? 20 കൊല്ലം. എങ്ങനെയുണ്ട് കേരളവും വാതുരുത്തി കോളനിയൊക്കെ എങ്ങനെയുണ്ട്? ഇതിപ്പോ സ്വന്തം വീടാണോ അല്ലെങ്കിൽ ഒരു റെന്റിന് താമസിക്കുന്നത്? ഇത് റെന്റാണ്. 20 വർഷമായിട്ട് റെന്റിനാണ് താമസിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ ഈ തുണികളൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾ വരുത്തുന്നത്, കളക്ഷൻസ് ഒക്കെ എടുക്കുന്നത്? ഈരോട് ഇതൊക്കെ മേടിച്ചു വരും. ഈരോട് ഇതൊക്കെ മേടിച്ചിട്ട് വരും. നാട്ടിൽ പോற സമയത്ത് മേടിച്ചിട്ട് വരും. ഞങ്ങൾ ഇവിടെ കച്ചവടം ചെയ്തിട്ട് പിന്നെ ദീപാവലി പൊങ്കൽ പരിപാടി ആകുമ്പോ അതൊക്കെ അഡ്വാൻസ് മുൻപിലെ പോയി മേടിച്ചിട്ട് വരും. അങ്ങനെയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് അല്ലേ? ഇപ്പൊ കേരളമൊക്കെ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമായോ? അതുകൊണ്ടാണ് ഞങ്ങൾ ഇനി ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ തന്നെ. ഓക്കെ. വാതുരുത്തിൽ വെള്ളത്തിന്റെ സൗകര്യവും കറണ്ട് മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും വാതുരുത്തിൽ ലാവിഷായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെയുള്ള ലൈൻ കമ്പികളെല്ലാം മാറ്റി കോളനി ആയതുകൊണ്ട് അപകടരഹിതമാക്കാൻ വേണ്ടി ABC കേബിളെല്ലാം ആക്കി. അതുകൊണ്ട് ഇപ്പോൾ നമുക്കിവിടെ ഭയക്കൊന്നും വേണ്ട. നേരത്തെ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു, എല്ലാം മാർക്കറ്റ് ഇവിടെ എല്ലാം കൊണ്ട് സുരക്ഷിതമാണ് വാതുരുത്തി. ഇവിടെ ചില കുടുംബങ്ങൾക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് 24 പബ്ലിക് ടോയ്ലറ്റുകളാണ് കോർപ്പറേഷൻ ഇവിടെ ഇവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. ആ ടോയ്ലറ്റുകളാണ് ഇപ്പോൾ നമ്മളിവിടെ ബാക്കിൽ കാണുന്നത്. ഒത്തിരി കുട്ടികളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ 3 അംഗനവാടികളാണ് വാതുരുത്തി കോളനിക്കുള്ളത്. അതിലൊരു
കോളിൽ നിന്ന് കാവ്യ ജോസഫ്, ലൈഫ്നെറ്റ് TV.